പഞ്ചാബിൽ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്ന അമൃത്പാൽ സിംഗ്, അദ്ദേഹം ആ, പഞ്ചാബി സിഖ് ആ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് അദ്ദേഹം SSLC +2 വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നീട് ദുബായി പോയി 10 വർഷം അവിടെ ജോലി ചെയ്ത് തിരിച്ചു വന്നിട്ട് പഞ്ചാബിലാകമാനം ഒരു വലിയ ടൂർ നടത്തുന്നു. എന്നിട്ട് വലിയ പ്രതിഷേധം നടത്തുന്നു. എന്തായിരുന്നു ആ പ്രതിഷേധം? പിന്നീടാണ് ആ പ്രതിഷേധം ഖാലിസ്ഥാൻ പ്രശ്നമായിട്ട് മാറിയത്. ആദ്യത്തെ പ്രതിഷേധം എന്ന് പറയുന്ന അമൃത്പാൽ സിംഗിൻ്റെ പ്രതിഷേധം, അതായത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആയിട്ട് സിഖുകാർ പോകുന്നു, അതിനെ ഏതെങ്കിലും രീതിയിൽ തടയിടണം, അതിനുവേണ്ടി നടത്തിയ പ്രയത്നമായിരുന്നു പുള്ളിയുടെ ആദ്യ സമയത്തെ ഈ പ്രൊട്ടസ്റ്റും സമരവും. പുള്ളി പ്രഭാഷണങ്ങൾ നടത്തുന്നു, സർദാർമാർ കൂടുന്നു. ഇതായിരുന്നു ആദ്യത്തെ ഇഷ്യൂ. പിന്നീടത് ഖാലിസ്ഥാൻ ഇഷ്യൂ ആയി മാറി, ആൻറ്റി ഇന്ത്യൻ ഇഷ്യൂ ആയിട്ടങ്ങ് മാറി. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് പറയുന്നു, അതായത് പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുന്ന ന്യൂസ് പേപ്പറാണ് ദ ട്രിബ്യൂൺ. അതിൻ്റെ എഡിറ്റർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു മലയാളിയാണെന്ന് തോന്നുന്നു. അപ്പം ഈ പത്രത്തിൻ്റെ, അതായത് ചണ്ഡീഗഡ് പബ്ലിഷ് ചെയ്യുന്ന ചണ്ഡീഗഡ് കൊണ്ട് വേറെ 2 സിറ്റികൾ, പഞ്ചാബ് സിറ്റികളുള്ള ഇംഗ്ലീഷ് പത്രമാണ്. അവർക്ക് ഈ പഞ്ചാബി ലാംഗ്വേജ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ പത്രത്തിൻ്റെ അവരുടെ യൂട്യൂബ് ഡിജിറ്റൽ ചാനൽ വന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തും ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ടാഗ് ചെയ്യും. നിങ്ങളത് കണ്ടിരിക്കണം. എന്താണ് ഇന്നത്തെ പഞ്ചാബിൽ സംഭവിക്കുന്നത്? അവിശ്വസനീയമാണ്. അപ്പോൾ അത് ഞാനെന്ത് പറഞ്ഞു, അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, അതായത് പഞ്ചാബ് എന്ന് പറയുന്നത് ഈ സംഭവം, കാരണം എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു സ്റ്റേറ്റ്, ഡൽഹിക്ക് അടുത്ത് കിടക്കുന്നത്. എനിക്ക് പഞ്ചാബികളെ അറിയാം, ഈ സർദാർമാരെ അറിയാം. അപ്പോൾ അവർക്ക് സിഖ് ഗുരുദ്വാരയുമായിട്ടൊരു ബന്ധമുണ്ട്. അതാണ് അവരുടെ റിലീജിയൻ. കാരണം അവർക്ക് 10 ഗുരുക്കൾ, അപ്പം ഗുരു ഗോബിന്ദ് സിംഗ്, ഗുരുനാനാക്ക്, ഇങ്ങനെ സംഭവമുണ്ട്. ഇപ്പം ഇപ്രാവശ്യം ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചാബിലെ ഗുരുദാസ്പൂരിലും ബട്ടിൻഡയിലും ഫിറോസ്പൂരിലും അതേപോലെ തന്നെ ലുധിയാനയിലും അവിടെ ഈ പറയുന്ന ഗുരുക്കളുടെ, അതായത് സിഖ് ഗുരുക്കളുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വലിയ ശോഭയാത്ര നടക്കും. വലിയ റാലിയാണ് ശോഭയാത്ര. നിങ്ങൾ ഗൂഗിളിൽ അതിൻ്റെ പിക്ചേഴ്സൊക്കെ അടിച്ച് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും, ഹ്യൂജ് റാലിയാണത്. എല്ലാ സർദാർമാരും വന്ന് പങ്കെടുക്കുന്ന ഇനി ശോഭയാത്ര എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഡിസംബറിൽ ശോഭയാത്ര നടന്നു. അത് ക്രിസ്തുമസ് റാലിയായിരുന്നു. പഞ്ചാബിലെ സിഖ് കമ്മ്യൂണിറ്റി വെടി തീർന്നിരിക്കുക, പേടിച്ചിരിക്കുക, എന്തോ സംഭവിച്ചു. അതായത് ശോഭയാത്രയെക്കാളും 4 ഇരട്ടി ജനങ്ങൾ, അതായത് പല സിറ്റികളിലാണ് നടന്നേക്കുന്നത്. അതായത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ്, ഇവരുടെ മുന്നേറ്റം, അതായത് അതേപോലെ തന്നെ ഇത് ഞാൻ അന്ന് പറഞ്ഞ് പലരും വിശ്വസിച്ചില്ല. അപ്പം ഇതിനകത്ത് ഈ ടോക്സിനകത്ത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, നമ്മളിവർ 50 കിലോമീറ്റർ ഞായറാഴ്ച കാറിൽ അവിടുത്തെ ഹൈവേയിലോ റോഡിലോ സഞ്ചരിക്കാൻ വിചാരിച്ചോളൂ. പോകുമ്പോൾ നിങ്ങൾ കാണുന്നത് ബൈബിളും പിടിച്ചോണ്ട് ഈ സർദാർമാർ ചർച്ചയിൽ പോകുന്നത്. ചർച്ച എവിടെ? അവരുടെ പുരയിടത്തിൽ വലിയ ചർച്ച ഉണ്ടാക്കി. അപ്പം ഇപ്പം കേരളത്തിലൊക്കെ ഈ പെൻഡക്കോസ്റ്റ് ചർച്ച് എന്ന് പറയുന്നത് എത്ര പേരാണ്? ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു വർഷിപ്പിന് പങ്കെടുക്കുന്ന ഒരു സമയത്ത് തങ്കു ബ്രദർ, അതായത് മാത്യു കുരുവിള എന്ന് പറഞ്ഞ ആൾ പറയുന്നത് 25,000 പേര്. പിന്നീട് അത് മാറി, അത് സ്കാറ്റർ ചെയ്ത് പല ഭാഗത്തായിട്ട് പോയി. പക്ഷെ പഞ്ചാബിൽ വലിയ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന എത്ര പേരാണ്? നിങ്ങളുടെ ധാരണ എത്ര? 60,000 70,000 പേരാണ് പങ്കെടുക്കുന്നത്. എന്നിട്ട് ഇവർ രാവിലെ വരുന്നു, ഞായറാഴ്ച രാവിലെ. ഇത് ഞാൻ കണ്ടതാണ് ഈ സംഭവം. എന്നിട്ട് ഞായറാഴ്ച വന്നിട്ട് ഇവർ രാത്രിയിലാണ് തിരിച്ചു പോകുന്നത് വീട്ടിൽ. അവിടെ ഭക്ഷണമുണ്ട്, വർഷിപ്പുണ്ട്, സെൽ മീറ്റിംഗ് ഉണ്ട്, അതുപോലെ കുട്ടികൾക്കുള്ള സൺഡേ സ്കൂളുണ്ട്. അതേപോലെ അവിടെ കുട്ടികൾക്ക് വിദേശത്ത് പോകാനുള്ള കോഴ്സുകൾ പഠിപ്പിച്ചു കൊടുക്കും. ഭയങ്കര സംഭവമായിട്ടങ്ങ് മാറി. അപ്പം അതിൻ്റെ അകത്ത് ചില പാസ്റ്റേഴ്സ്, പാസ്റ്റർ നരൂല, പാസ്റ്റർ ഭൂപീന്ദർ സിംഗ് കെട്ടൊക്കെ ഉണ്ട്, വിശ്വസിക്കാൻ സാധിക്കുമോ? പാസ്റ്റർ മഞ്ജിമ കൗർ, സ്ത്രീ, അവർ ഓരോ സർദാർമാരാണ്. അതിൻ്റെ ഹിന്ദുക്കളുമുണ്ട്.
അപ്പം ഇവരുടെയൊക്കെ ഈ പറയുന്ന അവരുടെ ഓരോ ആഴ്ച കൂടുന്നത് നിങ്ങൾ ഞെട്ടിപ്പോ. ഗുരുദാസ്പൂർ സർദാർമാരുടെ ഏറിയാണ്. അവിടെ ഗുരുദ്വാരയിൽ പോകാൻ ആളുകളില്ല. വിശ്വസിക്കുമോ നിങ്ങൾ? ഇതിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. എന്താ ഗുരുദ്വാരയിൽ ഞാനും ഈ ഡൽഹിയിലും പഞ്ചാബിലൊക്കെ പോകുമ്പോൾ ഗുരുദ്വാരയിൽ പോയി ആഹാരം കഴിക്കാറുണ്ട്. ലങ്കർ എന്ന് ഇത് പറയുന്നത് റൊട്ടിയും ഡാലും അതും ഇതുമൊക്കെ തരുന്ന ഫ്രീ ആയിട്ടുള്ള ഭക്ഷണമാണ്. എനിക്ക് സർദാർമാരുടെ രീതി അറിയാമല്ലോ, പലർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം ഈ ലങ്കർ കഴിക്കാൻ ബേസിക്കലി അവിടെയുള്ള പാവം പിടിച്ചവരും പണക്കാരും ഒക്കെ വന്നിരുന്ന് ഒരുമിച്ചിരുന്ന് ജാതി മത ഭേദമന്യേ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാണ് ഇതിൻ്റെ ഗുരുക്കൾ അതിനെ ഉദ്ദേശിച്ചിരിക്കും. ഗുരുനാനാക്ക് ഉദ്ദേശിച്ചാണ് ലങ്കർ വരുന്നത്. ഈ ലങ്കർ കഴിക്കാൻ ആൾ പോകുന്നില്ല. അതേപോലെ തന്നെ ഗുരുദ്വാര സത്സംഗമുണ്ട്. അതായത് ഇങ്ങനെ പാട്ടുപാടി പുസ്തകമൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രയറാണ്. അതിനാളെ കിട്ടുന്നില്ല. അതായത് പഞ്ചാബ് എന്ന് പറയുന്ന അടുത്ത 5 വർഷത്തിനുള്ള അവിടെ സിഖുകാരില്ലാതാവും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം എന്താണ് ഇത്ര പെട്ടെന്ന് വലിയൊരു മാറ്റം പഞ്ചാബിലുണ്ടായത്? ഇതൊക്കെ ഞാൻ ഈ പറയുമ്പോഴും നിങ്ങളിത് ചലഞ്ച് ചെയ്ത് നിങ്ങൾ ഈ പഞ്ചാബിൽ പോയിട്ട് കാണുക. നിങ്ങൾ ഞെട്ടിപ്പോവും. ഇപ്പം കേരളത്തിലെ പെന്തിക്കോസുകാർ പോലും ഞെട്ടിപ്പോവും. അത്ര റാപ്പിഡായിട്ട് ഇതങ്ങ് വളരും. ഇതിൻ്റെ തമാശ എന്തുവാ? ചില പാസ്റ്റർമാരൊക്കെ പട്ടാളത്തിലെ ഓഫീസേഴ്സ്, റിട്ടയർ ആയവർ, പട്ടാളത്തിൽ നിന്ന് VRS എടുത്ത് റിട്ടയർ ആവണ പാസ്റ്റർമാർ, റിട്ടയർഡ് പോലീസുകാർ, അവർ പാസ്റ്റർമാർ. ഇത് തലയിൽ പെട്ടൊക്കെ വെച്ചോണ്ട പാസ്റ്റർമാർ വരുന്നത്. റിട്ടയർഡ് പോലീസ് വനിത, അവർ പാസ്റ്റർ. ഇനി വേറെ തമാശ, അവരുടെ പ്രയറിൻ്റെ മീറ്റിങ്ങും സംസാരമൊക്കെ ലോക്കൽ പഞ്ചാബിയിലാക്കി, ഇംഗ്ലീഷല്ല, ഹിന്ദിയും അല്ല. അതായത് ഇപ്പം ക്രിസ്തുമസിന് പാടിയ പാട്ടാണ് ജിങ്കിൾ ബെൽ ജിങ്കിൾ ബെൽസ്. ആ പാട്ട് അവരുടെ സോങ്ങിന് ജിങ്കിൾ ബെല്ലേ ബെല്ലേ, ജിങ്കിൾ ബെല്ലേ ബെല്ലേ. കാരണം ബെല്ലേ പഞ്ചാബിയ. അതായത് ലോക്കലൈസ്ഡ് ചെയ്തു ഈ ചർച്ചിനെ പൂർണ്ണമായിട്ടും. അതുകൊണ്ട് എന്താ ഉണ്ടായത്? പഞ്ചാബിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ ഗുരുദ്വാരയിൽ നിങ്ങൾ എപ്പോഴും കണ്ടോണം, എപ്പോഴും ആളുണ്ട്. ആ സാധനം ഇല്ലാതായി. ഇനി അടുത്ത തമാശ ഉണ്ടായി. മറ്റൊരു ഭയങ്കര സംഭവം. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് വോട്ട് പിടിക്കാൻ ആം ആദ്മി പാർട്ടിയുടെയും, കാരണം അവിടുത്തെ അകാലിദളുണ്ട്, BJP ഉണ്ട്. ഇപ്പോൾ ഗുരുദാസ്പൂരിൽ ആം ആദ്മി പാർട്ടിയുടെ MLA, അയാളിപ്പോൾ മന്ത്രിയാണ്. അയാൾ ഇവരോട് വോട്ട് ചോദിക്കാൻ ചെന്ന് കഴിയുമ്പോൾ ആദ്യം പറയുന്ന ഹല്ലേലൂയ. ഒരു സർദാർ പറയുക. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഞാനിത് കണ്ടു ഈ സംഭവം. ഞാൻ ഷോക്കായിപ്പോയി. അതായത് സർദാർമാർ, അതല്ല അകാലിദൾ, അതായത് BJP ലീഡേഴ്സ്, ഹിന്ദു ലീഡേഴ്സ്, അവരൊന്നും ആദ്യം പറയുന്ന ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിന്നെ അവിടെയുള്ള കാത്തലിക്സ് പള്ളി നേരത്തെ ഉണ്ടായിരുന്നു. ആ പള്ളിയിലും ആൾക്കാർ ഇതിൻ്റെ തുടർന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടായത്? നാച്ചുറലായിട്ട് എങ്ങനെയാണ് പഞ്ചാബിൽ ഇത്ര വലിയ മാറ്റം ഉണ്ടായത്? ഫാക്ടേഴ്സ് ഉണ്ട്. ഇത്ര പെട്ടെന്ന് അത് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. നിങ്ങൾക്കറിയാം, പഞ്ചാബികൾ ഏറ്റവും കൂടുതൽ കാനഡയിലും അമേരിക്കയിലും ലോകത്തെല്ലായിടത്തുമുള്ള സംഭവമാണ് പഞ്ചാബ്. മലയാളികളെക്കാളിലും ലോകത്തെവിടെ പോയാലും കാണാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് പഞ്ചാബി കമ്മ്യൂണിറ്റി. ഈ കാനഡയിൽ പോയ പഞ്ചാബികൾ അവിടുന്ന് ഇവാഞ്ചലിസം പഠിക്കുന്നു. ഇവരവിടെ കൺവേർട്ടായി. ഞാൻ ഈ പറഞ്ഞ ഇറാൻ്റെ കാര്യം പോലെ റിവേഴ്സ് ഗിയറിൽ ഇവിടെ സംഭവിച്ചേക്കുന്നത്. അതേപോലെ തന്നെ അമേരിക്കയിൽ പോകുന്ന പഞ്ചാബികൾ അവിടെ കൺവേർട്ടായി. ന്യൂയോർക്കിലൊക്കെ വലിയ ചർച്ച ഉണ്ട് ഇവർക്ക്. ഞാനിത് കണ്ടു. ഇത് നേരിട്ട് കണ്ടയാളാണ് ഞാനിത്. അപ്പം എന്ത് ചെയ്തു? അവർ തിരിച്ചു വന്ന് അവരുടെ ബന്ധുക്കളെ കൺവേർട്ട് ചെയ്തു. കാരണം ഇത് ഗുരുക്കൾ മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ പ്രശ്നമൊന്നുമില്ല, ഇതിൻ്റെ സാൽവേഷൻ ഇല്ല, വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നീട് ഇവരിൽ ഉണ്ടാക്കിയ സംഭവമാണ് എക്കോണമി പ്രോസ്പെരിറ്റി. അതായത് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക ഭദ്രതയുണ്ട്, നിനക്ക് സാമ്പത്തിക പ്രശ്നമില്ല, കുട്ടികൾക്ക് വിദേശത്ത് പോയി പഠിക്കാം, അവർ സെറ്റിൽ ചെയ്യാം, നിൻ്റെ ലൈഫ് സെറ്റിലായി. ഈ 2 ഫാക്ടർ കയറിയും കളിച്ചു. പിന്നീട് എന്താ ഉള്ളത്? ഇപ്പോൾ ഗുരുനാനാക്ക് പറയുന്ന ജാതി മത ഭേദമൊന്നുമില്ല, ഇതേപോലെ ഇരുന്ന് പോകണം, ഇരുന്ന് കഴിക്കണം. പക്ഷെ പഞ്ചാബികളുടെ അകത്ത്, അതായത് നമ്മളിപ്പോൾ സിഖുകാരെ കാണുമ്പോൾ ജട്ട് സിഖ് എന്ന് പറയും, അത് ഏറ്റവും ഉയർന്ന ഒരു കമ്മ്യൂണിറ്റി. പിന്നെ വ്യാപാരികളായ സിഖുകാരുണ്ട്, അത് വേറെ കമ്മ്യൂണിറ്റി, അവർ വേറെ ജാതി. ഈ ജട്ട് സിഖ് ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഒന്നും താഴേക്കടയുള്ള ബാക്ക്വേർഡിനെ കൺവേർട്ട് ചെയ്ത്, അതായത് അതേപോലെ തന്നെ ഈ OBC എന്ന് പറഞ്ഞ കൺവേർട്ട് ഇവർ അടുപ്പിക്കത്തില്ല. ഇത് പറയുന്നേ ഉള്ളൂ, പക്ഷെ അടുപ്പിക്കത്തില്ല. ഈ ഒരുമിച്ചൊരു ആഹാരമൊക്കെ കഴിക്കും, പക്ഷെ ആ കമ്മ്യൂണിറ്റിക്ക് അത് ഒരു കല്യാണമൊന്നും കഴിക്കത്തില്ല. കാരണം
സിഖ് കമ്മ്യൂണിറ്റിയിൽ വന്നതിൽ അധികവും ഹിന്ദുക്കൾ കൺവേർട്ട് ചെയ്ത് വന്ന്. അപ്പം ഹിന്ദുക്കൾ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പം അവരാ ഹിന്ദുവിസത്തിലുള്ള സംഭവം തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടായതെന്നാണ് സിഖുകാരുടെ പുസ്തകങ്ങളും അതിനെപ്പറ്റി ഹിസ്റ്റോറിയൻസും പറയുന്നത്. അതും ഒരു ഘടകമാണ്. കാരണം മാർജിനലൈസ്ഡ് ചെയ്ത് ഈ കമ്മ്യൂണിറ്റി പലയിടത്തും. കാരണം ഇവർക്ക് സമ്പത്തില്ല, ഇവരെ അടുപ്പിക്കുന്നില്ല, ഇവരെ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നില്ല. പക്ഷേ ഇതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച്. ഇതിനകത്ത് വന്നു കഴിഞ്ഞ് ഈ ഉയർന്ന സിഖുകാരനും താഴ്ന്ന സിഖുകാരനും ഈ കേരളത്തെ കാണിക്കുന്ന പോലെ ആ സംഭവമില്ല. മറ്റേ ബാക്ക്വേർഡ് ക്ലാസ്സിന് വേറെ പള്ളി, ഇവർ അങ്ങനെ പള്ളിയില്ല, ഒരു ഒരുമിച്ച് പള്ളി, അവരെല്ലാം ഒരുമിച്ച് കമ്മ്യൂണിറ്റി ഒരുമിച്ച് ആഘോഷിക്കുന്നു. പിന്നെ വിദേശത്തുള്ള ഈ വരുന്ന ആൾക്കാർ, അതായത് ഇവിടുന്ന് പോയി വിദേശത്ത് വന്ന് അവർ അവിടെയുള്ള സാധാരണ ഈ കൺവേർട്ട് ചെയ്യുന്നവരെ സഹായിക്കുന്നുണ്ട് ശരിക്കും സാമ്പത്തികമായിട്ട്. അപ്പം എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇത് ഇത്രമാത്രം ഇത് മുകളിലോട്ട് വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം, ഉറപ്പായിട്ടും പല ജില്ലകളിലും ലുധിയാനിലാണെങ്കിലും ഗുരുദാസ്പൂരിലാണെങ്കിലും ഫിറോസ്പൂരിലാണെങ്കിലും, ഫിറോസ്പൂർ പാകിസ്ഥാൻ്റെ ബോർഡർ, ഇവിടൊക്കെ ഈ സംഭവം ചെറിയ രീതിയിലുണ്ടായിരുന്നു. ഈ കോവിഡ് സമയമാണ് ബേസിക്കലി ഇവാഞ്ചലിക്കൽ പെൻറ്റക്കോസ്റ്റ് ക്രിസ്ത്യൻസ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കുക, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നു, ഡോമിനേറ്റ് ചെയ്യുന്നത്. കാരണം ഈ കോവിഡ് സമയത്ത് ഈ പല സർദാർമാർക്കും, കാരണം അവരെ വീട്ടിൽ കയറ്റത്തില്ല, വീട്ടിന് പുറം, കാരണം നോർത്ത് ഇന്ത്യ കേരളം പോലെ ആയിരുന്നില്ല. നോർത്ത് ഇന്ത്യ കോവിഡ് വന്നു പറഞ്ഞാൽ വീട്ടിൽ കയറ്റത്തില്ല. ഇവരെ ഈ പറയുന്ന ഇവാഞ്ചലിക്കൽസ് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് അവരവിടെ ഈ പറയുന്ന അറിയാമല്ലോ, അവരെ പ്രോപ്പറായിട്ട് ഇവിടെ താമസിച്ചു, ഇവിടെ കുഴപ്പമില്ല, ആഹാരം കൊടുത്തു. ഇതേപോലെയുള്ള പല വീടുകളിലും, എല്ലാ സിഖുകാരുടെ വീടുകളിലും പാവം പിടിച്ചവരുടെ വീടുകളിലും അവിടെ എല്ലാ ആഹാരം ഫ്രീ ആയിട്ട് റേഷൻ എത്തിച്ചു. പിന്നെ ഇവർക്ക് ഡെഡ് ബോഡി അടക്കേണ്ട സമയത്ത്, മറ്റുള്ളവർ പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഇവർ വന്ന് ഡെഡ് ബോഡി അടക്കാനും പ്രാർത്ഥിക്കാനും പ്രെയർ ചെയ്യാനും ഈ കമ്മ്യൂണിറ്റിയുടെ കൂടെ അങ്ങ് കൂടി. അതോടുകൂടി സിഖുകാർക്ക് വീട് കിട്ടി. കാരണം അവനെ എല്ലാവരും തഴഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി അവരുടെ, കാരണം ഒരു സെല്ലായിട്ട് വളരെ ആക്റ്റീവായിട്ട് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അവിടെ പെൻറ്റക്കോസ്റ്റ് ചർച്ചുകൾ മാറി. ഇതാണ് കോവിഡ് സമയം ഈ സർദാർമാർക്ക് റീതിങ്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. പിന്നീട് മറ്റൊരു സംഭവം നിങ്ങൾ കേട്ട് കാണും, പഞ്ചാബ് ഏറ്റവും കൂടുതൽ ഡ്രഗ് അഡിക്റ്റഡാണ്. കാരണം പാകിസ്ഥാൻ ഈ സംഭവം കയറി വരും. ഈ ഡ്രഗ് അഡിക്റ്റായിട്ട് ജയിലിൽ പോയവർ, അല്ല പോലീസുകാർ പിടിച്ചവർ, ഈ പോലീസുകാരെന്ത് ചെയ്യുക, അവനെയും വിളിച്ചുകൊണ്ട് നേരെ ജയിലിലിടാതെ ഈ പാസ്റ്ററിനെ കാണിക്കാൻ കൊണ്ടുവരുന്നു. അവൻ 2 ദിവസം കഴിഞ്ഞ് ഡ്രഗ് അഡിക്ഷനൊക്കെ മാറി, നാളെ അവൻ ബൈബിൾ കൊടുത്ത് സുവിശേഷത്തിനായിട്ട് ഇറങ്ങി. ഇത് ആൾക്കാർ കാണുക. അതായത് ജയിലിനകത്ത് കിടക്കുന്ന കൺവിക്റ്റ്, അതായത് ശിക്ഷ അനുഭവിച്ച് കിടക്കുന്നവർ, ജയിലിനകത്ത് പോലും ഈ പറയുന്ന ഗോസ്പൽ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തു. അതായത് സ്ഥിരം കുറ്റവാളികൾ പോലും പിന്നീട് പാസ്റ്റർമാരായിട്ട് ഓരോ ചർച്ചകളിൽ വരാൻ തുടങ്ങി. ഇത് ജനങ്ങളിൽ ഭയങ്കരമായിട്ട് ഭയന്നുപോയി. എന്താണ് ഈ സംഭവം എന്നുള്ളത്. ഇതാണ് കൂടുതൽ ജനങ്ങളെ ആകർഷിച്ചത്. അതായത് സ്ഥിരം ക്രിമിനൽ അവൻ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്നു, അവൻ മെയിൻ സ്ട്രീമിൽ വരുന്നു. ഡ്രഗ് റാക്കറ്റേഴ്സ് അവർ കംപ്ലീറ്റ് മാറുന്നു. അതായത് പോലീസിൽ ഭയങ്കരമായിട്ട് കൈക്കൂലി വെച്ച് വളരെ മോശമായിട്ട് പ്രവർത്തിച്ച പോലീസുകാരന്മാർ പാസ്റ്ററാവുന്നു. ഇതാണ് പഞ്ചാബിൽ സംഭവിച്ചത്. ഈ സംഭവമാണ് പഞ്ചാബിൽ പെൻറ്റക്കോസ്റ്റൽ റവല്യൂഷനായിട്ട് മാറിയത്. അതായത് വീണ്ടും ഞാൻ പറയാം, നിങ്ങൾ സംശയമുള്ളവർ പഞ്ചാബിൽ ഒന്ന് പോയി നോക്കണം. ഇത് ഞാൻ നേരത്തെ കണ്ട ആ വീഡിയോ ചെയ്തതാണ്. ഇതാണ് പഞ്ചാബിൽ, അതായത് അവിടുത്തെ ലങ്കാർ. കാരണം അവർ ഓരോ ദിവസം ഇത്ര റൊട്ടിയും ചപ്പാത്തിയും ഡാലും ഒക്കെ ഉണ്ട്. കാരണം അത് കഴിക്കാൻ ഇപ്പോൾ ആളില്ല. ഗുരുദ്വാരയിൽ സത്സംഗിന് ആളില്ല. കാരണം അത് ഭയങ്കര റിലീജിയസാണ് സർദാർമാർ, അതിനാളില്ല. അതായത് ഓരോ സ്ഥലത്തും ഇങ്ങനെ ഗുരുദ്വാരമുണ്ട് പഞ്ചാബിൽ, അവിടെ എല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. ഇതാണ് ഇന്ന് പഞ്ചാബിൽ കാണുന്നത്. പക്ഷേ അപ്പുറത്താണെങ്കിൽ ഇവാഞ്ചലിക്കൽ പള്ളികളുടെ അവരുടെ വർഷിപ്പാണെങ്കിലും ചർച്ചാണെങ്കിലും റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുന്നു, അൺഇമാജിൻ ചെയ്യാത്ത രീതിയിൽ. ഇതാണ് പഞ്ചാബിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ വിപ്ലവം. പിന്നെ മറ്റൊന്നുണ്ട്, ഇതിനകത്ത് പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇപ്പോൾ ഈ കൺവേർട്ട് ചെയ്യുന്ന ഈ ക്രിസ്ത്യൻസ് മുഴുവനും അവർക്കിപ്പോൾ കർഷക ബില്ല് നടപ്പിലാക്കണം. അവർ പറയുന്ന കർഷക ബില്ലെന്ന് പറയുന്നത് ജനങ്ങൾക്ക്, പാവങ്ങൾക്ക് വേണ്ടി. അവർ മോദിയെ സപ്പോർട്ട് ചെയ്യുക കാര്യത്തിൽ. അതായത് മനസ്സിലാക്കുക, കർഷക ബില്ലിന് ഏറ്റവും കൂടുതൽ അജിറ്റേഷൻ ഉണ്ടാക്കിയത് പഞ്ചാബി കമ്മ്യൂണിറ്റിയാണ്. നേരെ റിവേഴ്സ് ഗിയറിലായി. കർഷക ബില്ല് നടപ്പിലാക്കണം അവരുടെ ഡിമാൻഡാണ്. അതേപോലെ തന്നെ മണ്ടിയുടെ സംസ്കാരം, അതായത് ഈ പറയുന്ന അടിസ്ഥാന വില അത് യഥാർത്ഥ കർഷകന് കിട്ടണം.
ഞാൻ ഈ പറയുന്നത് അവർക്ക് എഡ്യൂക്കേറ്റഡ് ആകാൻ തുടങ്ങി. ഇതിൻ്റെ ഭാഗമാണ്. അതായത് വളരെ താമസിക്കാതെ മോദി ഗവൺമെൻറ് കർഷക ബില്ലും കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് അറിയുവാൻ കഴിയുന്നത്.